അക്കൗണ്ടൻസി ബേസ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ ഇന്ന് മുതൽ ക്ലാസ് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് വേണമെങ്കിൽ വീഡിയോ കാണാം, അറിയാത്തവർ ഉറപ്പായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമുക്കൊരു ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം അതിന് ഡെബിറ്റും ക്രെഡിറ്റും ഉണ്ടായിരിക്കും. അപ്പോൾ രണ്ട് അക്കൗണ്ട് കണ്ടെത്തുക എന്ന് പറയുന്നതാണ് ആദ്യത്തെ ഡ്യൂട്ടി. അത് നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പഠിച്ചു. ഇനി അക്കൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രൂപ്പ് നമ്മൾ എന്ത് ചെയ്യണം? ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ഇവിടെ 5 ക്വസ്റ്റ്യൻ മാത്രമേ ഇന്ന് ഞാൻ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് വിശദമായിട്ട് പഠിക്കാം. അപ്പോൾ അസറ്റ്, ലയബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ, എക്സ്പെൻസ്, ഈ 5 ഗ്രൂപ്പാണ് നമുക്ക് വരുന്നത്. ഈ 5 ഗ്രൂപ്പിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പായിരിക്കും നമ്മൾ കണ്ടെത്തുന്ന അക്കൗണ്ടിൻ്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: പർച്ചേസ് ഫർണിച്ചർ ഫോർ ക്യാഷ്. നമ്മൾ ഫർണിച്ചർ വാങ്ങി ക്യാഷ് കൊടുത്തിട്ടാണ് വാങ്ങിയത്. അപ്പോൾ നമ്മുടെ ബിസിനസ്സിലേക്ക് എന്ത് വന്നിട്ടുണ്ട്? ഒരു ഫർണിച്ചർ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ അക്കൗണ്ട് ഏതാണ്? ഫർണിച്ചർ എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ അക്കൗണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനി നമ്മൾ എങ്ങനെയാണ് ഫർണിച്ചർ വാങ്ങിയത്? ക്യാഷ് കൊടുത്തിട്ടാണ് ഫർണിച്ചർ വാങ്ങിയത്. അപ്പോൾ രണ്ടാമത്തെ അക്കൗണ്ട് ഏതാണ്? ക്യാഷാണ്. ഇനി ഇതിൻ്റെ ഗ്രൂപ്പ് നമ്മൾ എന്ത് ചെയ്യണം? ഐഡൻറ്റിഫൈ ചെയ്യണം. ഫർണിച്ചർ നമ്മുടെ ബിസിനസ്സിലേക്ക് വന്നു. ഈ ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? ഒരു അസറ്റാണ്, ഒരു ഫിക്സ്ഡ് അസറ്റാണ്. അപ്പോൾ ഇവിടെ ഫർണിച്ചറിൻ്റെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അസറ്റായിരിക്കും. അതേപോലെ തന്നെ ക്യാഷും എന്ത് തന്നെയാണ്? അസറ്റാണ്. ഇവിടെ ക്യാഷ് പോവുകയാണോ വന്നതാണോ എന്ന് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ക്യാഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് എന്താണ്? ഒരു അസറ്റായിരിക്കും. അപ്പോൾ ഞാനിവിടെ അസറ്റ് എന്ന് കാണിച്ചു. അതേപോലെ തന്നെ നമ്മൾ ഈ വാങ്ങിയ ഫർണിച്ചർ നമ്മൾ വിൽക്കുന്നു, സെയിൽ അല്ലെങ്കിൽ സോൾഡ് ഫർണിച്ചർ ഫോർ ക്യാഷ്, നമ്മൾ ക്യാഷിന് തന്നെയാണ് വിൽക്കുന്നത്. അപ്പോൾ ഇവിടെയും രണ്ട് അക്കൗണ്ട് ഏതായിരിക്കും? ഫർണിച്ചർ എന്ന് പറയുന്ന അക്കൗണ്ട് ആയിരിക്കും. നമ്മൾ എന്ത് വിറ്റു? ഫർണിച്ചർ വിറ്റു. അതേപോലെ തന്നെ എന്ത് കിട്ടി? നമുക്ക് ക്യാഷ് കിട്ടി. അപ്പോൾ ക്യാഷ് കിട്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ പോലെ തന്നെ ഒരു അസറ്റാണ്. ഫർണിച്ചറും എന്ത് തന്നെയാണ്? ഒരു അസറ്റാണ്. നെക്സ്റ്റ്, കമ്മീഷൻ റിസീവ്ഡ് ക്യാഷ്. ഇവിടെ നമുക്ക് കിട്ടുന്നത് എന്താണ്? ക്യാഷാണ് കിട്ടുന്നത്. അപ്പോൾ ക്യാഷ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഉണ്ട്. ഈ ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പഠിച്ചു? അസറ്റാണെന്ന് നമ്മൾ പഠിച്ചു. ഇനി ഈ ക്യാഷ് എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? കമ്മീഷനിലൂടെയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ കമ്മീഷൻ റിസീവ്ഡ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് നമ്മൾ കണ്ടുപിടിച്ചു. കമ്മീഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് എന്താണ്? ഒരു ഇൻകം ആയിരിക്കും. നമുക്ക് എന്ത് കിട്ടി? ഇവിടെ ഒരു വരുമാനം കിട്ടി. എക്സാമ്പിൾ, നമുക്കൊരു 5000 രൂപ കമ്മീഷൻ കിട്ടി എന്ന് പറഞ്ഞാൽ 5000 രൂപ നമുക്ക് എന്ത് കിട്ടി? ഇൻകം കിട്ടിയെന്ന് വേണം കരുതാൻ. അതേപോലെ തന്നെ സാലറി പെയ്ഡ് ബൈ ചെക്ക്. അപ്പോൾ ഒരു അക്കൗണ്ട് നമുക്കറിയാം എന്തായിരിക്കും? സാലറി ആയിരിക്കും ഒന്നാമത്തെ അക്കൗണ്ട്. സാലറി കൊടുത്തു എന്നാണ് പറയുന്നത്, പെയ്ഡാണ്. സാലറി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് സാലറി എന്താണ്? ഒരു എക്സ്പെൻസ് ആയിരിക്കും. ഇനി നമ്മൾ ക്യാഷ് ആയിട്ടല്ല കൊടുക്കുന്നത്, നമ്മുടെ എംപ്ലോയീസിന് ഒരു ചെക്കാണ് എഴുതി കൊടുക്കുന്നത്. അപ്പോൾ ചെക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആയിരിക്കും അവിടെ കാണിക്കുന്നത്. ഏത് ബാങ്കാണ്? എക്സാമ്പിൾ SBI ആണെങ്കിൽ SBI ബാങ്ക് എന്ന് കാണിക്കുന്നു. അപ്പോൾ ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അസറ്റാണ്. അതായത് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ബാങ്കും ക്യാഷും എന്തായിരിക്കും? ഒരു അസറ്റായിരിക്കും. ബാങ്കും ക്യാഷും ഒരു അസറ്റാണെന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ വിഡ്രൂ ഫോർ പേഴ്സണൽ യൂസ്. ഇത് നമ്മളൊരു ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇവിടെ വരുന്ന അക്കൗണ്ട് ഏതാണ്? പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ക്യാഷ് എടുത്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറയും. അതേപോലെ തന്നെ ക്യാഷാണ് കൊണ്ടുപോയത്. അപ്പോൾ രണ്ട് അക്കൗണ്ട് കണ്ടുപിടിച്ചു. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ഒരു ക്യാപിറ്റലാണെന്ന് മനസ്സിലാക്കണം. ഡ്രോയിങ്സ് കുറയുന്നു എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിൽ നിന്നുമായിരിക്കും കുറയുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ക്യാപിറ്റലായിട്ട് ഒരു 50,000 രൂപ കൊണ്ടുവന്നു. ഓണർ 10,000 രൂപ എടുത്തുകൊണ്ട് പോയാൽ ഈ 10,000 രൂപ എന്ന് പറയുന്നത് ഈ 50,000-ത്തിൽ നിന്നുമായിരിക്കും കുറയുന്നത്. അതായത് 10,000. അപ്പോൾ 50,000 മൈനസ് 10,000, 40,000 ആയിരിക്കും ഇവിടെ എന്ത്? ഇപ്പോൾ നിലവിലുള്ള ബാലൻസ് ക്യാപിറ്റൽ. അപ്പോൾ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിൽ നിന്നും കുറയണം. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്രൂപ്പ്? ക്യാപിറ്റലാണ്. ക്യാഷ് നമ്മൾ നേരത്തെ പഠിച്ചു എന്താണ്? ഒരു അസറ്റാണ്.